ചെറിയ പണിക്ക് വിളിച്ചിട്ട് നമ്മൾ ചെല്ലും. എന്നിട്ട് പിന്നെ പൈസക്ക് വേണ്ടി ഒച്ചപ്പാടും വേണം. പൈസ അതുപോലും തരാൻ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കാര്യം അതെ, നല്ല വർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച്. നമുക്ക് രണ്ടും ഒരു വീട്ടിലാണെങ്കിൽ ഒരു സൈക്കിളാണെങ്കിൽ ഒന്നിച്ച്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നേരത്തെ ഇപ്പോൾ വൈകി പോയാലും കുഴപ്പമില്ല, നേരത്തെ വന്നാലും കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തമിഴന്മാർ വന്ന പോലെയാ, നമ്മൾ വിളിച്ചുകൊണ്ട് പോകണം. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അതിനും തരാൻ പാട്. ഇപ്പം നമുക്ക് ഒന്നിച്ചുള്ള വർക്ക് മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാം, 2 ബംഗാളികളെ നമ്മുടെ കൂടെ കൂട്ടാം. നമുക്ക് മുതലാളി കളിച്ച് നോക്കാം. നമ്മളെ ഈ തുരുമ്പ് ചിരണ്ടി എത്ര ആളാണ് ജീവിക്കണേ? അത് വേണ്ട, നമ്മൾ ഒറിജിനൽ മലയാളി ആവണം. പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എന്ത് സുഖം. ക്ലേലയൊക്കെ കണ്ട അങ്ങനെ ഇരിക്കാമല്ലോ ഇവിടെ. സമയം പോണ അറിയണില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, വർക്കാണല്ലോ. പിന്നെ ഇന്ന് പെണ്ണുമ്പുള്ള ചോറിന് കാര്യമായിട്ടാണ് 2 അയില വറുത്തതും പിന്നെ അയില പൊരിച്ചതും കറിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോ പണിക്ക് പോയില്ലെന്നുള്ള അവളറിയണ്ടോ? എനിക്ക് എന്റെ അടുത്ത് കൊഴുവ് വറുത്തുണ്ട്. അപ്പൊ നമുക്ക് 2 പേർക്കും കൂടെ ലാവിഷായിട്ട് അങ്ങ് മാറി നിന്ന് കഴിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുവോ കളർ കാണുവോ എന്ത് വേണം ചെയ്യും. പിന്നെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് പോവുകയും ചെയ്യാം. അവിടെ ഇരുന്ന് കഴിക്കാലോ. മതി. നമ്മളവിടെ പഠിച്ച എത്ര പേര് മരിച്ചു വിടാ, അതാണ് സങ്കടം. ജോർജ് കണ്ടില്ലേ, അവന് അസുഖമായിരുന്നു. അവന് പാവം. കാരണം പിന്നെ നമ്മളോട് ക്രിക്കറ്റ് കളിച്ചാണ് മറ്റേ സഞ്ജു, ഇവരൊക്കെ പോയി. കാരണം നമ്മുടെ ഇവർക്കൊക്കെ എന്നാ അറിയാവോ, ഈ എല്ല് കുറെ പണിയെടുത്ത് നന്നായിട്ട് പഠിക്കണവനായിരുന്നു. നന്നായി പഠിക്കും. നമ്മളൊക്കെ ഏറ്റവും പുറകെ ഇരിക്കും, അവൻ ഏറ്റവും ഫ്രണ്ട് ഇരിക്കും. നമ്മൾ ഇവിടെ ഇരിക്കുന്നു, അവനെവിടെ ഇരിക്കുന്നു. ആരെ വിളിക്കുന്നുണ്ടല്ലോ, എടുത്തു പണിക്കായിരിക്കും. ഹലോ, ഞങ്ങളിവിടെ ഉണ്ട്. വാക്കുകളുണ്ടെന്ന് പറയും. നമ്മളാ ജലവായു ബിഹാറില്ലേ, അതിന് ഓപ്പോസിറ്റുള്ള വാക്കുവയിൽ ഇരിപ്പുണ്ട്. സാർ എവിടുന്നാ? ഇവിടെ തന്നെ ഉണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. അതെ അതെ, വാക്കുവയിൽ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വരുമോ സാർ? ഇങ്ങോട്ട് വരുമോ? ശരി, ഓക്കെ ഓക്കെ, ഇവിടെ ഉണ്ട്. ഹലോ സാറേ, ഞാൻ ഇവിടെ ഉണ്ട്, വാക്കുവയിലുണ്ട്. അവിടെ മിഡിലായിട്ടിരിക്കുന്നുണ്ട്, ആ ബെഞ്ചിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട്. പുള്ളിയുണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ 2 പേരും ഒപ്പം ഇരിക്കുന്നു. ഞങ്ങൾ 2 പേരും ഒപ്പം വരുള്ളൂ കേട്ടോ. ഒരേ വർക്കാണല്ലോ. ശരി, പുള്ളിയുടെ വർക്ക് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ 2 പേരും കൂടി വരാം. ഇനിയിപ്പോ നമുക്ക് എന്ത് കുരിശായിരിക്കും അയാൾ കൊണ്ടുവരുന്നത്? എന്തെങ്കിലും ആട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പൊ ഇന്നൊന്നും ആയിട്ടില്ല. അതെ, നമുക്ക് നോക്കാം. ഇതേ വരുന്നു. കഴിച്ചിട്ടില്ല ഞാൻ, രാവിലെ കഴിച്ചു. രണ്ടുപേരുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ 2 കൂടെ ഇപ്പൊ തീരുമാനിച്ചു. ഞങ്ങൾ ഒരിടത്ത് ഞങ്ങൾ പണിയുള്ളൂ. അത് ശരി. അങ്ങനെ ഒരു ചെറിയ വർക്കുണ്ട്. ചെറിയ വർക്ക് നമുക്ക്, വലിയ വർക്ക് വേറുള്ളത്, വലിയ മുതലാളിമാർക്ക്. ചെറിയ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. എന്താ വരാൻ പറ്റില്ല? ചെറിയ വർക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഈ ചെറിയ ചെറിയ പണി ചെയ്ത് ഞങ്ങൾക്ക് വല്ലതും മെച്ചമുണ്ടോ? കൂടെ വന്നെ 2 പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. വലിയ വലിയ പണിയുണ്ടേ ഞങ്ങൾ ചെയ്തോളാം. ഇനിയിപ്പോൾ വേറെ സൈറ്റ് ഉണ്ടേ പറഞ്ഞു.
വെൽഡിങ്ങും പ്ലംബിങ്ങും ഫിറ്ററും എല്ലാം ഇലക്ട്രിക് ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു തരാം. എല്ലാം ചെയ്യാം. ഇപ്പൊ ഒരു ചെറിയ വർക്കുള്ളത് നിങ്ങൾക്ക് രണ്ടുപേരും കൂടി വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. നിങ്ങൾക്ക് പറ്റൂല എങ്കിൽ ഞാൻ അടുത്ത ആളെ വിളിച്ചോളാം. നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഞങ്ങൾക്ക് ഒരു പണിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെയൊക്കെ വന്ന് ഇരിക്കുന്നതെന്നൊരു തോന്നലുണ്ട്. എനിക്ക് മനസ്സിലായി. ചേട്ടാ ഈ 1300 1500 രൂപയ്ക്കൊക്കെ ജോലി ചെയ്തിട്ട് ഒരു കാര്യമില്ല ചേട്ടാ. ഒന്നും ഉണ്ടാവില്ല, മിച്ചമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവിടെ വന്ന് പണിയെടുത്ത് ഈ 1300 കിട്ടി വീട്ടിൽ പോകുമ്പോൾ അരി മേടിച്ചു, പച്ചക്കറി മേടിച്ചു, എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചുമ്പോൾ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഗ്യാസ് പോകുമ്പോൾ ഇങ്ങോട്ട് പോകും. നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാ. ഇല്ലെങ്കിൽ അല്ലേ അവിടെ കുറെ ഇന്ത്യക്കാർ ചവറ പോലെയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നാൽ അവർ ഈച്ച മുതലമാരെ പൊതിയും. അവന്മാർക്കാകുമ്പോ എന്തെങ്കിലും ചില്ലറ കൊടുത്തായി. പിന്നെ നിങ്ങളെ കണ്ടപ്പോഴേക്കും മലയാളികളല്ലേ, നമ്മ ആ ഒരു സ്നേഹം കാണിക്കണമല്ലോ, അതുകൊണ്ട് ഒന്ന് വിളിച്ചാൽ പറ്റുമെങ്കിൽ വന്നാൽ കിട്ടണ പൈസ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ബംഗാളികൾ ഈച്ച പൊതിയും പോലെ പൊതിയും. എന്നിട്ട് അവർ വൈകുന്നേരം ആകുമ്പോൾ എന്ത് ചോദിക്കും? നിങ്ങൾ ഈ ഞങ്ങൾക്ക് തരുന്ന പോലെ കാശ് കൊടുക്കുവോ? വിവരം അറിയും. പണ്ടത്തെ ബംഗാളികളല്ല. അവരിപ്പോ 1400 രൂപ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ല, ആ കാശ് മേടിക്കാണ്ട് അങ്ങ് പോവും. അതല്ല വേറൊരു കാര്യം എന്താ അറിയാം, അല്ല അനുഭവത്തിൽ പറയണ. കാശ് മേടിക്കാണ്ട് പോയിട്ടെ നിങ്ങൾ രാത്രി ബൈക്കിന് പോകൂല, വീട്ടിൽ കയറാൻ പറ്റൂല. അവര് പണി തന്നിട്ട് പോവും. അത് ശരി. അത് നിങ്ങൾക്കൊരു പണി തരാന്നുള്ളപ്പോ നിങ്ങൾ എനിക്കിട്ട് പണി തന്നെ കാര്യമാണോ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് മലയാളികളെ ഞങ്ങൾക്ക് തരാനാണ് നിങ്ങളെ പോലെയുള്ളവർക്ക് ബുദ്ധിമുട്ട്. വേറെ ഹാൻഡ്സും പാൻബ്രാഗൊക്കെ വെച്ച് ചവച്ച് വേണ്ടാത്ത സ്വഭാവം ഉള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതല്ല അവന്മാര് ഒരാളെ വിളിച്ചു നോക്ക്, 4 ആള് വരും. നിങ്ങൾ ഇങ്ങനെ ഇരിക്കണപ്പോഴേക്കും നിങ്ങൾക്ക് പണിയില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വിളിച്ച് ചോദിച്ചത്. പിന്നെ ഈ കഥ പറഞ്ഞേക്കാണ്ട് വന്നെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്യും. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് എന്നാ തരാം. അല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പാത്രം വിളിച്ചിട്ട് എനിക്കെല്ലാം പണി നടക്കണം. വർക്കുള്ള ചെറിയ പണിക്ക് ഞങ്ങളില്ല. ഞങ്ങള് ചെറിയ ചെറിയ പണിയെ നിർത്തി. ആലോചിച്ചിട്ട് പറയാമോ? താമ്പാ അല്ലല്ല, നമ്മൾ ആലോചിച്ചിട്ട് പറയാം. എന്നുവെച്ചാൽ ബംഗാളി ഒന്ന് വിളിച്ചു നോക്ക് ചേട്ടൻ. ബംഗാളികളെ പറഞ്ഞാലേ ഇനിയിപ്പോ അവരെ കിട്ടുമെങ്കിൽ അവരെ നോക്ക്. ഒരാളെ വിളിച്ച് അവർ എത്ര പേര് വരുന്നു? ഓരോ സൂപ്പർ വെൽഡറെ താൻ ചെയ്ത പണിയുടെ കൂടെ ഞാൻ അറിഞ്ഞു. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടി. താൻ ആ നേവൽ ബസ്സിൽ വർക്ക് ചെയ്യണ തോമസ് സാറിന്റെ വർക്ക് ചെയ്തിട്ട് ആ ഗേറ്റ് ഞാൻ ഇന്നലെ കൂടെ ആ ഗേറ്റ് എങ്ങനെ ഇരിക്കണം എന്നറിയാമോ? ഡാഗിനിയമ്മൂനെ പോലെ ഇരിക്കും. ആ റെയിലിൽ നിന്ന് ആ ഗേറ്റ് ചാടിക്കിടക്കണേ. നമ്മ അതിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ മേത്തോട്ട് വീഴുന്നെങ്കിൽ കാലൊക്കെ മുറിഞ്ഞു പോകും. തോമസ് സാറിന്റെ വീടല്ലേ നേവൽ ബേസ്? ഞാൻ 2 ദിവസം ചെന്ന്, എന്നിട്ട് ഞാൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കൊണ്ടാ കൊച്ചിന് സുഖമില്ലാണ്ട് ഞാൻ തോമസ് സാറിനോട് ഞാൻ പറഞ്ഞ് ഞാനൊന്ന് പോയിട്ട് വരാം, 2-3 ദിവസം ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. അയാള് 2-3 ബംഗാളികളെ കൊണ്ടിട്ട് വന്നിട്ടാണ് ആ പണി മുഴുവൻ തീർത്തത്. അപ്പോ അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. അതാ ബംഗാളികൾ ചെയ്താ. നിങ്ങൾ ഈച്ച പൊതിയും പോലെ എന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ കുറച്ച് ബംഗാളികൾ. തന്റെ ഗുണവതി ഞാൻ അറിഞ്ഞു. തന്റെ പ്ലംബിങ് ആ മറ്റേ മണിസാമയുടെ വീട്ടിൽ താൻ ചെയ്തേക്കണേ. ആ അതിന്റെ പുറയിലെ മറ്റേ 2ാം നാടെ മോളിൽ നിന്നുള്ള ക്ലോസറ്റിന്റെ പൈപ്പ് വർക്ക് കൊടുത്തേക്കണില്ലേ, അതിന്റെ അടുത്തോടെ പോയിട്ടുണ്ടെങ്കിലല്ല പീച്ചി ഡാമിലൊന്നും കാണാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അതിരമ്പള്ളി വെള്ളച്ചാട്ടവും കാണാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. അവിടെ നിന്നാ വെള്ളം ശരിക്കും നല്ല ചാട്ടവും. എന്റെ ചേട്ടാ, ഞാൻ അവിടെ ഒരു ദിവസം ഉണ്ടായുള്ളൂ. പണി ആരെ ഏൽപ്പിച്ചിരുന്നു? ഒരു ബംഗാളിനെ ഏൽപ്പിച്ചിരുന്നു. ആ ബംഗാളികൾ ചെയ്ത പണികളാ കംപ്ലീറ്റ്. എല്ലാം ബംഗാളി എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ബംഗാളിയാണ് ചെയ്യുന്നത്. നിങ്ങളെയൊക്കെ വർത്താനം കേട്ട മലയാളികൾ ചെയ്ത ഒരു പണിയും ഇല്ല, എല്ലാം ബംഗാളികൾ ചെയ്ത. അവർക്ക് മാത്രം കുറ്റം. അത് ശരി. അപ്പൊ ബംഗാളികൾ ചെയ്ത പണികളെല്ലാം പ്രശ്നങ്ങളാണ്. മലയാളികൾ ചെയ്ത പണികളെല്ലാം നല്ല പണി, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ ബംഗാളികളെ കുറ്റം പറഞ്ഞത്? എനിക്കും എന്റെ അഭിപ്രായത്തിൽ അവർ നല്ല പണിക്കാരാണ്, എന്നായിട്ട് അവർ ചെയ്യും. നിങ്ങൾ വെറുതെ കിടന്ന് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിട്ട് നിങ്ങളെ ഇവിടെ ഇരിപ്പുണ്ടാവും. നിങ്ങളിവിടെ അഭിമാനം പിടിച്ചോണ്ട് കെട്ടിപ്പിടിച്ചോണ്ട് നിന്നു. ഞാൻ ആ ബംഗാളികൾ തന്നെ വിളിച്ചുകൊണ്ടിട്ട് എന്റെ പണി തീർത്തോളാം. അവിടെ ഇരുന്നോ നിങ്ങൾ. ചേട്ടൻ ബംഗാളി വിളിക്ക്, നോക്ക് ബംഗാളി വിളിച്ച്. ആശാനെ നമ്മുടെ കാര്യം പണി പാളും. ചെറുത് അരി മേടിക്കണെങ്കിലേ വീട്ടില് ലാസ്റ്റ് പോയിട്ട് വരും, പുള്ളി വരുന്ന ബംഗാളികളുടെ സ്ഥിതി നമുക്കറിയാലോ. ബംഗാളി അങ്ങനെയൊന്നും കിട്ടൂല. മിക്കവാറും നമ്മള് തന്നെ പുള്ളിയുടെ അടുത്തിട്ട് ചെല്ലണ്ട് വരും. കാരണം എന്റെ വീട്ടിൽ അരിയില്ല. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഈ കോലം കണ്ടിട്ട് നോക്കിയിട്ട് കാര്യമില്ല. വീട്ടില് ഒരു സാധനം ഇല്ല, അരിയില്ല, ഉപ്പില്ല, മുളകില്ല, ഒന്നുമില്ല. നമ്മുടെ അഭിമാനം കളയാൻ പറ്റും.
അതിനാണ് ഈ ബലം പിടിച്ച് ഞാൻ നിന്നത്. ഹലോ പോയി നോക്കാം. 30 തൊട്ട് കർപ്പൂരം വരെ ചേട്ടാ ചേട്ടാ വീട്ടിലില്ലാത്ത- ചേട്ടാ ചേട്ടോ ഓയ് ഹലോ, ഒരു കാര്യം ഇന്ന് ഞങ്ങൾ വന്ന് ചെയ്തേക്കാം. ഏതായാലും ചേട്ടൻ ഇത്രയും നേരം വന്ന് ഇവിടെ ഇത്രയും പറഞ്ഞതൊക്കെ ഇല്ലേ, നമ്മൾ ചെയ്തേക്കാം. ഈ പണി നമ്മൾ ചെയ്തേക്കാം. എന്താണ് പെട്ടെന്ന് മാനസാന്തരം വരാനായിട്ട്? അല്ല അതല്ല ചേട്ടനും ഇത്രയും നേരം ബംഗാളികളെയും ഞങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയില്ലേ? ആ അപ്പൊ ഞങ്ങളുടെ വർക്ക് എങ്ങനെയാണെന്ന് കാണിച്ച് മുന്നിൽ കാണിച്ചു തരണ്ടേ? എടോ നിങ്ങളൊക്കെ ജീവിക്കാനും ഞാൻ എല്ലാരും ജീവിക്കാൻ നടക്കണേ. ഉള്ള പണി ചെയ്ത് ആ പൈസ മേടിച്ചിട്ട് പോകാൻ നോക്കും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ ഇത്രയും പറഞ്ഞതല്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നേക്കാം. ആ ശരി. ഇനി അവിടെ വന്നിട്ട് ഡയലോഗ് ഒന്നും വിട്ട് നിൽക്കാണ്ട് ഞങ്ങൾ സമയം എന്തായെന്ന് അറിയാമോ? മണിയത്രേ 9 മണിയാകുമ്പോൾ 8 മണിക്ക് മുമ്പ് പണിക്ക് കയറണ്ട അറിയാലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അത്രേ 6 മണിക്ക് പണി നിർത്താൻ പാടില്ല. ഇനി അതുപോലെ കോഞ്ഞാട്ടക്കളി കളിക്കാൻ നിന്ന് അവിടെ വെച്ചാൽ അവസാനിപ്പിക്കും. പക്ഷെ ഞങ്ങള് ഒരു കാര്യം ചോദിച്ചാൽ അതിനു മുമ്പ് തീർത്ഥം കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാലോ. അതിന് മുമ്പ് തീർത്ത് നിങ്ങൾ പോയിക്കോ, ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് തന്നേക്കാം. അഡ്ജസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത് ചേട്ടാ. അപ്പൊ ഞങ്ങള് വന്നോളാം. പിന്നെ ചേട്ടൻ അങ്ങോട്ട് പോകണ എന്താ? ബൈക്ക് എവിടെയാണ് ഇരിക്കണേ? ആ ശരി, ഞാൻ അവിടെ വന്നേക്കാം. ഓക്കെ, ഞങ്ങള് സ്കൂട്ടറെ ഒരു വന്നേക്കാം. കാര്യം പറയാ, ഇതേ ചെറിയ വർക്കല്ല, വലിയ വർക്കാണ്. എന്റെ മോളുടെ വീടിന്റെ പണി നടക്കാൻ വലിയ വർക്കാണ്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാ പണിയുള്ളത്. നിങ്ങൾക്ക് 1 മാസത്തെ പണി അവിടെ ഉണ്ട്. നിങ്ങൾ അതുകൊണ്ട് വേറെ ടെൻഷനൊന്നും വേണ്ട. നിങ്ങളുടെ ഡയലോഗൊക്കെ നിർത്തിയിട്ട് മര്യാദക്ക് നിന്നാൽ നിങ്ങൾക്ക് 1 മാസമുള്ള പണിയാ. അതിനനുസരിച്ചുള്ള കൂലി 10-200 ഞാൻ ഡെയിലി തച്ചാണെങ്കിലും കൂടുതൽ തരുള്ളൂ. സന്തോഷമായിപ്പോ. ഓക്കെ സാറേ ഞങ്ങൾ വരാം. കാണാം സാറേ. ഓക്കെ, നമ്മൾക്ക് ലോട്ടറി അടിച്ച് ഇല്ലെങ്കിൽ അത് പോയേരെ. അല്ല, അത് പിന്നാലെ ഓടി ഒന്നും അല്ല, അഹങ്കാരം കാണിച്ചാലേ അത് പോയേരെ. ഓ എന്ത് പൊന്നോ. അതേ പുള്ളിയുടെ മനസ്സ് മാറുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് ടൂൾസ് എടുത്തിട്ട് നമുക്ക് പണി തുടങ്ങാം. ടൂൾസ് എന്റെ ടൂൾസ് ഉണ്ടല്ലോ മറ്റേ സൈറ്റിലിരിക്കും. ആ ടൂൾസ് കൊടുത്തിട്ടേ അതേപോലെ നമുക്ക് ഫുഡ് കൊടുക്കാം. വീട്ടിൽ പോയിട്ട് വണ്ടിയിൽ അവിടെ സ്കൂട്ടറിൽ ഇരിക്കല്ലേ, വേഗം പോയിട്ട് എടുത്തിട്ട് വരാം. പണിക്ക് പോകണ്ടെന്ന്